വെൽക്കം ടു എഡ്യൂലൈൻ. നമ്മൾ ഇനിയും ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഫേസിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പൈലറിന്റെ ഏറ്റവും ഫസ്റ്റ് ഫേസ് ആണ്. ലെക്സിക്കൽ അനാലിസിസ് ഫേസിനെയാണ് നമ്മൾ സ്കാനർ എന്ന് പറയുന്നത് അല്ലെ. സ്കാനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ലെക്സിക്കൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇൻപുട്ട് സോഴ്സ് പ്രോഗ്രാം, ഓക്കെ, അതായത് ഇൻപുട്ട് പ്രോഗ്രാം അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാമിനെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ ലെക്സീംസുകളായിട്ട് അതിൽ ലെക്സീംസിനെ വേർതിരിച്ചെടുക്കും. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ടോക്കൺസിനെ ജനറേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇതാണ് ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുന്ന പരിപാടി. അപ്പൊ ഈ ലെക്സിക്കൽ അനാലിസിസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ടോക്കൺ ആണ് ലെക്സിക്കൽ അനാലിസിസിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് അല്ലെ. ഇനി നമുക്ക് ലെക്സിക്കൽ അനലൈസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അതിനുള്ള ടൂളുകളുണ്ട്. ടൂളുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ലെക്സിക്കൽ അനലൈസറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് പ്രോഗ്രാം എഴുതി കൊടുത്തിട്ട് ലെക്സിക്കൽ അനാലിസിസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലെക്സിക്കൽ അനലൈസർ എന്ന ആ ഒരു ടൂളിനെ അല്ലെങ്കിൽ ലെക്സിക്കൽ അനലൈസർ എന്ന പ്രോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചില ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട്, അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ലെക്സ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ഓക്കെ, ലെക്സ് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് ലെക്സിക്കൽ അനലൈസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ പഠിക്കും. ഓക്കെ, ലെക്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ലെക്സിക്കൽ അനലൈസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെക്സ് എന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലെക്സിക്കൽ അനാലിസിസ് ഫേസ് പെർഫോം ചെയ്യുന്നത്, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ലെക്സിക്കൽ അനാലിസിസ്, അതിന്റെ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്താ? സെപ്പറേഷൻ ഓഫ് ഇൻപുട്ട് സോഴ്സ് കോഡ് ഇൻടു ടോക്കൺസ് അല്ലെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സോഴ്സ് കോഡിൽ നിന്ന് ടോക്കണുകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ആദ്യത്തെ ടാസ്ക് ആണ്. ഓക്കെ, രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് സ്ട്രിപ്പിംഗ് ഔട്ട് ദ അൺനെസസറി വൈറ്റ് സ്പേസ് ഫ്രം ദ സോഴ്സ് കോഡ്. നമ്മുടെ സോഴ്സ് കോഡിൽ അൺനെസസറി ആയിട്ട് വൈറ്റ് സ്പേസുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അൺനെസസറി ആയിട്ട് വൈറ്റ് സ്പേസുകൾ വരുമ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യണം? ആ വൈറ്റ് സ്പേസിനെയൊക്കെ എടുത്ത് മാറ്റണം അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ പ്രോഗ്രാം എഴുതുമ്പോൾ ചിലപ്പം 2 സ്പേസ് ആയിരിക്കും ഇടുന്നത്, അല്ലെ 3 സ്പേസ് ഇടാം. വേറൊരാൾ പ്രോഗ്രാം എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു ടാബ് സ്പേസ് ആയിരിക്കും. അത് നമ്മുടെ ഇഷ്ടമാണ് സ്പേസ് എത്ര കൊടുക്കണമെന്നുള്ളത് അല്ലെ. അതായത് 2 വേർഡുകൾക്കിടയിൽ നമ്മൾ എത്ര സ്പേസ് കൊടുക്കണം എന്നുള്ളത് പ്രോഗ്രാം എഴുതുന്ന ആളുടെ ഒരു താല്പര്യമാണ് അല്ലെ. ചിലപ്പോൾ അറിയാതെ എക്സ്ട്രാ സ്പേസ് കൊടുത്തെങ്കിലും എന്താ, അതൊന്നും നമ്മുടെ പ്രോഗ്രാമിനെ ബാധിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം അൺനെസസറി ആയിട്ടുള്ള വൈറ്റ് സ്പേസുകളെ എല്ലാം എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. സോഴ്സ് കോഡിൽ നിന്ന് സ്പേസുകളെ ഒക്കെ എടുത്ത് മാറ്റുന്നുള്ളത് അതും ചെയ്യുന്നത് ആരാണ്? ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് ആണ്. അപ്പൊ ടോക്കണെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ വൈറ്റ് സ്പേസിനെ ഒക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാമിലെ എല്ലാ വൈറ്റ് സ്പേസുകളെ എടുത്ത് മാറ്റുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിമൂവിങ് ദ കമന്റ്സ് ഫ്രം ദ സോഴ്സ് ടെക്സ്റ്റ്. നമ്മൾ സോഴ്സ് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ കമന്റുകൾ കൊടുക്കും അല്ലെ. കമന്റ്സ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? അതായത് ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് കമന്റ് ആയിട്ട് എഴുതാൻ പറ്റും. സി പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ കമന്റ്സ് കൊടുക്കാറുണ്ട് ഇല്ലേ. അപ്പം ആ കമന്റുകളെയൊക്കെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നതാണ് പ്രീ പ്രോസസ്സിംഗ് ഓഫ് മാക്രോസ്. ഓക്കെ, അപ്പൊ മാക്രോയെ പ്രീ പ്രോസസ് ചെയ്യുന്നതും ഈ ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് ആണ്. നമ്മൾ മാക്രോസ് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ ഹാഷ് ഡിഫൈൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതൂല. ഹാഷ് ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹാഷ് ഡിഫൈൻ കൊടുത്തിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു പേര് കൊടുക്കും അല്ലെ. എന്നിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് ആ പേരിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂം കൊടുക്കും. ആ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തേക്കുന്ന വാല്യൂ, ആ പേര് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ ലെറ്ററിൽ ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു പേര് എവിടൊക്കെ പിന്നെ ആ പ്രോഗ്രാമിൽ വരുന്നുണ്ടോ അവിടൊക്കെ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും അല്ലെ. അപ്പൊ ഇതൊക്കെ മാക്രോസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, അപ്പം ഈ മാക്രോയെ പ്രീ പ്രോസസ് ചെയ്യുന്നത് ആരാണ്? ഈ ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് ആണ്. ഓക്കെ, അപ്പം ടോക്കണെ ക്രിയേറ്റ് ചെയ്യുന്നു, രണ്ടാമത് വൈറ്റ് സ്പേസിനെയൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നു, കമന്റുകളെയൊക്കെ എടുത്ത് മാറ്റുന്നു, മാക്രോയെ പ്രീ പ്രോസസ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ഒരു പരിപാടിയും കൂടെ നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്താണ്? നമ്മുടെ ലൈൻ നമ്പേഴ്സ്, നമ്മുടെ പ്രോഗ്രാമിലെ ലൈൻ നമ്പേഴ്സുകളൊക്കെ എന്ത് ചെയ്യും? അത് ട്രാക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പം അതായത് ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൽ ന്യൂ ലൈൻസ് വരുന്ന സമയത്ത് ന്യൂ ലൈൻ വരുമ്പോഴത്തേക്കിനും എന്താണ്? ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കിനും നെക്സ്റ്റ് ലൈനിലേക്കായിരിക്കുമല്ലോ പോകുന്നത് അല്ലെ. പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ന്യൂ ലൈൻ ക്യാരക്ടറുകൾ വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? ഓരോ ലൈൻ നമ്പേഴ്സും അവിടെ ട്രാക്ക് ചെയ്ത് വെക്കും. അപ്പം ഈ എറർ വരുന്ന സമയത്ത് ഏത് ലൈനിലാണ് എറർ വന്നെന്നുള്ളത് ആ ലൈൻ നമ്പർ ഉൾപ്പെടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ ഇത്രാമത്തെ ലൈനിൽ, അതായത് ലൈൻ നമ്പർ 10ലാണ് സെമിക്കോളം മിസ്സിങ്, അല്ലെങ്കിൽ ലൈൻ നമ്പർ 15ലാണ് എന്താണ് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് മിസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമല്ലോ. ആ ലൈൻ നമ്പർ ട്രാക്ക് ചെയ്യുന്നതും ഈ ഒരു നമ്മുടെ ലെക്സിക്കൽ അനാലിസിസിന്റെ പണിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്.
ലെക്സിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ലെക്സിക്കൽ അനലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ലെക്സിക്കൽ അനാലിസിസും നമ്മുടെ സിൻടാക്സ് അനാലിസിസ്, അതായത് പാഴ്സർ, അതായത് ആദ്യത്തെ രണ്ട് ഫേസ് ഇവർ രണ്ടുപേരും ചേട്ടനനിയന്മാരെ പോലെ എന്നുവെച്ചാൽ ഇവർ രണ്ടും ഹൈലി കപ്പിൾഡ് ആണെന്ന് പറയാൻ പറ്റും. ഇവര് അതായത് ഇവർ രണ്ടുപേരുടെയും പ്രവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണ മനോഭാവമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് ഇവർ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുന്നത്. ലെക്സിക്കൽ അനലൈസറും നമ്മുടെ പാഴ്സറും. ലെക്സിക്കൽ അനലൈസറും പാഴ്സർ എന്ന് പറഞ്ഞാൽ സിൻടാക്സ് അനലൈസർ ആണല്ലോ. അതായത് ഇപ്പം നമ്മുടെ പാഴ്സർ ആണ്, ഇപ്പം ലെക്സിക്കൽ അനലൈസർ ആണ് ടോക്കണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അടുത്ത ടോക്കണെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാഴ്സർ എന്ത് ചെയ്യും, ഗെറ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു ഗെറ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ട് എന്താണ് ആ ഒരു പുതിയ ഗെറ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ലെക്സിക്കൽ അനലൈസർ എന്ത് ചെയ്യും, ലെക്സിക്കൽ അനലൈസറിൽ നിന്ന് ടോക്കണെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കമന്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും ലെക്സിക്കൽ അനലൈസർ ടോക്കണെ പ്രൊഡ്യൂസ് ചെയ്ത് പാഴ്സറിന് അല്ലെങ്കിൽ സിൻടാക്സ് അനലൈസറിന് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സിമ്പിൾ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ലെക്സിക്കൽ അനലൈസറും സിൻടാക്സ് അനലൈസർ എന്ന് പറഞ്ഞാൽ പാഴ്സർ ആണ്. ഓക്കെ, അപ്പൊ ലെക്സിക്കൽ അനലൈസറും സിൻടാക്സ് അനലൈസറും കൂടെ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്ന സാധനത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി എല്ലാവരും അതിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് മെയിൻ ആയിട്ട് സിമ്പിൾ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കുറെ എററുകൾ വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെല്ലിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അല്ലേ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് അറിയാം, FI A = F എന്നാണ്. അപ്പം ഇത് ശരിക്കും FI എന്നല്ല, ഈഫ് എന്നാണ്. നമ്മുടെ ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഗ്രാമിലെ. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇത് മാറിപ്പോയതാണ്. നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമല്ലോ. അപ്പൊ അങ്ങനെ മാറിപ്പോയി, അപ്പൊ അത് സ്പെല്ലിംഗ് മാറിപ്പോയെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള എററുകളൊക്കെ ഉണ്ടല്ലോ, ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് ഒരിക്കലും ഡിക്റ്റേറ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ FI എന്ന് പറഞ്ഞ ലെക്സിക്കൽ അനാലിസിസ് വിചാരിക്കും FI എന്ന് പറയുന്നത് ഒരു എന്താണ്, അതൊരു ഐഡന്റിഫയർ ആയിട്ടായിരിക്കും ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് അതിനെ എടുക്കുന്നത്, ഐഡന്റിഫയർ ആയിട്ട്. പക്ഷേ ബാക്കിയുള്ള ഫേസിലേക്ക് കടക്കുമ്പോഴത്തേക്കിനും ഇവിടെ മനസ്സിലാകുന്നത് അത് ഐഡന്റിഫയർ അല്ല, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ളത്. അപ്പം എറർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഒക്കെ എന്താണ് ലെക്സിക്കൽ അനാലിസിസിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ആ ഒരു ഫേസിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ലെക്സിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു ലെക്സിക്കൽ അനലൈസറിന് നമ്മുടെ ആ ലെക്സിക്കൽ അനലൈസറിന് ഇപ്പം ഒരു പ്രോസസ്സ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക, അതിന്റെ കമ്പൈലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് പാനിക് മോഡ് ഓഫ് എറർ റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേസിലേക്ക് മാറിപ്പോകും. ഓക്കെ, അവിടെ ഒരു എറർ റിക്കവറി നടക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് പാനിക് മോഡ് ഓഫ് എറർ റിക്കവറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പാനിക് മോഡ് ഓഫ് എറർ റിക്കവറിയിൽ എററിനെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി, കാരണം കമ്പൈലേഷൻ ബാക്കി നടക്കണം അല്ലെ, അപ്പം എറർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലെക്സിക്കൽ അനലൈസർ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ, സക്സസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് സോഴ്സ് കോഡിൽ നിന്ന് കുറെ ക്യാരക്ടേഴ്സിനെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ലെക്സീമുകളെ ക്രിയേറ്റ് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ടോക്കണെ അത് വെച്ച് ടോക്കൺ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ സക്സസീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെയൊക്കെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് നോക്കും. ഇത് വെച്ചിട്ട് മീനിങ് ആയിട്ടുള്ള ഒരു വേർഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ലെക്സിമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇങ്ങനെ നോക്കും. ഓക്കെ, ഇനി പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ക്യാരക്ടറുകളെ ഒക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് അത് ശ്രമിക്കും, ടോക്കണെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യും, മിസ്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു ടോക്കൺ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ലെക്സിക്കൽ അനലൈസർ നോക്കും. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻകറക്റ്റ് ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യും. കറക്റ്റ് ക്യാരക്ടർ വെച്ചിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ റീപ്ലേസ് ട്രൈ ചെയ്ത് നോക്കും. ഇനിയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അഡ്ജസന്റ് ക്യാരക്ടേഴ്സിനെ ട്രാൻസ്പോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ട്രാൻസ്പോസ് ചെയ്ത് നോക്കും. ഏത് വിധേനയും നോക്കിയിട്ട് ഇതൊരു നമ്മുടെ എന്താണ് ലെക്സിമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ടോക്കണെ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും ലെക്സിക്കൽ അനാലിസിസ് സ്പേസ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എറർ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട്, എററിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലെക്സിക്കൽ അനാലിസിസ് സ്പേസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ 3 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ 3 ടേമുകൾ പറഞ്ഞായിരുന്നു, ലെക്സീം, ടോക്കൺ, പാറ്റേൺ. ഇത് 3 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലെക്സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്മോളസ്റ്റ് ലോജിക്കൽ യൂണിറ്റ് അല്ലെ, ഒരു വേർഡ് ആണ് ലെക്സീം എന്ന് പറയുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ലെക്സീം എന്ന് പറയുന്നത് അല്ലെ. ഇനി ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സിമിലർ ആയിട്ടുള്ള ലെക്സീമിന്റെ ക്ലാസിനെ പറയുന്ന പേരാണ് ടോക്കൺ.
സിമിലർ ലെക്സീംസിന്റെ ക്ലാസ് ആണ് ടോക്കൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം എന്നും പറയാം. കീവേഡ്, ഐഡന്റിഫയർ, കോൺസ്റ്റന്റ്, ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ടോക്കണുകളാണ്. ഇനി കീവേഡ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് എന്താണ്? കുറെ 32 കീവേഡുകളാണ്. വേറെ 32 കീവേഡുകൾ ഉണ്ട് അല്ലെ? കീവേഡ് എന്നുള്ള ഒരു ഇതിൽ, കീവേഡ് എന്നുള്ള ആ ഒരു ടോക്കണിൽ 32 കീവേഡ് വരുന്നുണ്ട്. ആ 32 കീവേഡ് എന്താ? ലെക്സീമുകളാണ്, മീനിങ് ആയിട്ടുള്ള വേർഡുകളാണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസേഴ്സ് കൊടുക്കുന്ന പേരുകളാണ് അല്ലെ? അതെല്ലാം എന്താണ്? ലെക്സീമുകളാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ വരുന്ന എന്താണ്? അപ്പോൾ ഈ ടോക്കൺ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? സിമിലർ ആയിട്ടുള്ള ലെക്സീമിന്റെ ക്ലാസസിനെ വിളിക്കുന്ന പേരാണ് ടോക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാറ്റേൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എന്താണ് നമ്മൾ ടോക്കണെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ടോക്കണെ എങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് എന്താണ് ടോക്കൺസിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും, പ്രിസൈസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഇപ്പോൾ ഒരു പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് ഉണ്ട്. അപ്പം ഓരോ ടോക്കൺ എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതാണ് ടോക്കൺ, എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ ഇതൊക്കെയാണ് ടോക്കൺ എന്നുള്ളത് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണം? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പാറ്റേൺ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം അല്ലേ? എൻ്റെ ടോക്കണുകളുടെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഐഡന്റിഫയർ ആണെങ്കിൽ എന്താ, അതിനൊരു റൂൾ ഉണ്ടായിരിക്കും. ഇന്നതി തുടങ്ങണം, ഇന്നതി സ്റ്റാർട്ട് ചെയ്യണം, നമ്പറുകൾ വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ലെറ്റേഴ്സ് മാത്രമേ വരാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു റൂള് കാണുമല്ലോ. ആ റൂള് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അതാണ് പാറ്റേൺ. ഓക്കെ, അതേ പാറ്റേണിൽ വരുന്നതൊക്കെ എന്തായിരിക്കും? ഈ ഐഡന്റിഫയറിന്റെ റൂളിനനുസരിച്ച് വരുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ഐഡന്റിഫയേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ആ പാറ്റേൺ, ഓക്കെ, അപ്പൊ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രിസൈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടോക്കൺ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഓഫ് ടോക്കൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ പാറ്റേൺ. ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.